ഹലോ മൈ ഫാമിലി, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് വന്ന് ഇത് ഒരു ടോപ്പിക്കും കൊണ്ട് വന്ന് എന്താണെന്ന് വെച്ചാൽ ഏത് ടോപ്പിക്കാന്ന് വിചാരിച്ചാൽ പറയുന്നത്, ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. തെസ്നിയുടെ ഫാദർ മരണപ്പെട്ടോ അതോ ജീവിച്ചിരിപ്പുണ്ടോന്ന് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. തെസ്നിയുടെ ഫാദറിന് എന്താ സംഭവിച്ച അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത്രയും ആൾക്കാർ ചോദിച്ചത് കൊണ്ട് തന്നെ, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ചോദിച്ചുകൊണ്ട് തന്നെ, അവർക്ക് അറിയാനുള്ള താല്പര്യം കൊണ്ടാണല്ലോ, എന്നെ കുറിച്ച്, എന്റെ ഫാമിലിയെ കുറിച്ച്, എന്റെ മക്കളെ കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണല്ലോ അവർ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അതിനുള്ള ടോപ്പിക്ക് തന്നെ എടുത്ത് അതിനുള്ള മറുപടി തന്നെ ഞാൻ ഉത്തരം തന്നെ പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തെസ്നിന്റെ ഞാൻ ആദ്യത്തെ വിവാഹത്തിലുള്ളതാണ് തെസ്നി. എന്നെ കെട്ടിച്ചത് കാലടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കായിരുന്നു എന്നെ കെട്ടിച്ചത്. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, വാപ്പയില്ലാതെ ജീവിച്ചത് അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ക്രിസ്ത്യൻ വീട്ടിൽ നിന്ന് എൻ്റെ ലൈഫ് ഇങ്ങനെയായിരിക്കും കേട്ടോ. ഒരു ക്രിസ്ത്യൻ വീട്ടിൽ നിന്ന് ഒരു മുസ്ലിമായി വന്നിട്ട് ഒരാളാണ് എന്നെ കിട്ടിയത്. നല്ല പ്രായമൊക്കെ ഉള്ള ഒരാളായിരുന്നു അന്നേരം തന്നെ. ആ സ്റ്റോറിയൊക്കെ ഞാൻ തെസ്നിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൃത്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ തെസ്നിയുടെ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ മോമിയുടെ സ്റ്റോറി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഏതെടുത്ത് കണ്ട നിങ്ങൾക്ക് എൻ്റെ ഫാസ്റ്റ് ലൈഫിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ സ്റ്റോറി കണ്ടാൽ മതി. ഇനി എൻ്റെ ചാനലിൽ നിന്ന് തന്നെ, നമ്മുടെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. എനിക്ക് പറയണതിന് കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങളിപ്പോൾ എൻ്റെ ഫാമിലി, നമ്മളൊരു ഫാമിലിയാണിപ്പോൾ. അതുകൊണ്ട് ഞാൻ പറയണതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ കാലടി എന്നൊരു സ്ഥലത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഒരാൾ വന്നിട്ടെന്ന് പറഞ്ഞാൽ വലിയ കഥയാണ്. ഇപ്പം അധികം പറഞ്ഞ് നീട്ടണില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെസ്നിയുടെ ചാനലിൽ പോയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം അവിടെ നിന്നാണ് വന്ന് കെട്ടിയത്. കെട്ടിയ അന്ന് തന്നെ, കെട്ടിച്ച് വിട്ട അന്ന് തന്നെ പുള്ളി എൻ്റെ മോതിരം കൊണ്ട് വിറ്റ് കള്ളു കുടിച്ചിട്ടൊക്കെ വന്നത്. അങ്ങനെ ഒരുപാട് ചരിത്രമൊക്കെ ഉണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ കൂടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാന്ന് കണ്ടപ്പോഴാണ് ഞാൻ പുള്ളീനെ ഫസ്ക് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ പിന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെസ്നി പുള്ളിയെ കണ്ടിട്ടുണ്ടോ, പുള്ളിയുടെ ഫാദറിനെ കണ്ടിട്ടുണ്ടോന്നാണ് രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ തെസ്നി പുള്ളിയെ കണ്ടതായിട്ട് ഓർമ്മ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. കാരണം തെസ്നിക്ക് 1.5 വയസ്സ് ഉള്ളപ്പോഴാണ് ഞാൻ പുള്ളീനെ ഫസ്ക് ചെയ്യായിരുന്നു. കാരണം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ കത്രികയും മണ്ണെണ്ണ ഒക്കെ ആയിട്ട് നടക്കുകയാണ്, എന്നെയും കൊച്ചിനെയും കൊല്ലുമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ നടക്കുന്ന സമയത്താണ് ഞാൻ ഓടി ഒളിക്കുകയൊക്കെ ചെയ്ത് കണ്ണൂര് വീട്ടില് ഒളിച്ച് താമസിക്കുകയൊക്കെ ചെയ്തു. ഇത്തടെ വീട്ടിലൊക്കെ പോയി ഒളിച്ച് താമസിക്കുകയൊക്കെ ചെയ്തു ഞാൻ. അതൊക്കെ ഒരു ഭയങ്കര ചരിത്രം. അതൊക്കെ ഞാൻ ഓർക്കാൻ പറ്റാത്ത കഥകളാണ് അതൊക്കെ. എന്നാലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്. അങ്ങനെ അതുകൊണ്ട് തെസ്നിക്ക് ഒരു കാരണവശാലും പുള്ളിയെ കണ്ടതായിട്ട് ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അത് മാത്രമല്ല, തെസ്നി വളർന്നു വന്നപ്പോൾ തെസ്നി ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല എൻ്റെ ഫാദറിന് എന്ത് പറ്റിയതാ മമ്മി, അതോ ഉമ്മിച്ചിയോടോ ഞങ്ങളോടോ ഞങ്ങളുടെ കുടുംബത്തോടോ ആരോട് ചോദിച്ചിട്ടില്ല എൻ്റെ ഫാദർ എന്താ ഇല്ലാത്ത, അല്ലെങ്കിൽ എൻ്റെ ഫാദറിന് എന്ത് പറ്റിയതാന്ന് ഒരിക്കൽ പോലും അവള് ചോദിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ അവളെ നോക്കിയിട്ടുള്ളത്. അവൾക്കൊരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. എനിക്ക് അവളുടെ അടുത്ത് കൂടുതൽ നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. കാരണം ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് അവളുടെ അടുത്ത് നിൽക്കാൻ പറ്റാത്തത്. ഞാൻ അവളെ അമേരിക്കയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വിസയൊക്കെ ശരിയായി അവള് വരാതെ അവള് തന്നെ ഒഴിഞ്ഞു മാറിയതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു ആ വിസയൊക്കെ ഞാൻ ശരിയാക്കിയത്. പിന്നെ ഇത് വേറെ വീഡിയോയിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇതെന്താ തെസ്നിനെ കൊണ്ടുപോകാത്ത, തെസ്നിനെ മാത്രം എന്താ കേരളത്തിൽ ഇട്ടിട്ട് പോയതെന്നൊക്കെ. അപ്പൊ അന്നേരം ഒന്നും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ വിസ ശരിയായപ്പോ അവള് വന്നുമില്ല. അങ്ങനെ പിന്നീട് ഞാൻ അറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഈ തെസ്നിയുടെ ഫാദറിന്റെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങള് അറിയായിരുന്നു. ഞാൻ അറിയില്ല, ഞാൻ നാട്ടിലില്ലല്ലോ. ഉമ്മിച്ചിയുടെ അടുത്തൊക്കെ വന്നിട്ട് പറയായിരുന്നു. അതായത് എൻ്റെ ഉമ്മിച്ചിയുടെ ഫാമിലി വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത്, എറണാകുളം ഡിസ്ട്രിക്ട് വണ്ണപ്പുറം, ഇടുക്കി ഡിസ്ട്രിക്ട് വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉമ്മിച്ചിയുടെ ഫാമിലി. ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. പിന്നെ എൻ്റെ ഇത്താനെ കെട്ടിച്ചിരിക്കുന്നത് അവിടെ, നസീനെ കെട്ടിച്ചിരിക്കുന്നത് വണ്ണപ്പുറത്താണ്. അപ്പൊ ഈ
എൻ്റെ ഇത്താടെ ഹസ്ബൻഡിന്റെ ഫാമിലിയുടെ ആരോ എന്നെ കെട്ടി അയാളുടെ വീടിന്റെ അടുത്ത് നിന്നായിരുന്നു ഒരു പെങ്കൊച്ചിനെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫാദറിന്റെ കാര്യം, ഇവരുടെ ഈ കുടുംബത്തിന്റെ കാര്യം എല്ലാം ഇവർക്കറിയാം. ഇവരവിടെ പോകുമ്പോ ഇവർ അയൽവാസികളായിട്ടായിരുന്നു, ഇവർക്ക് അറിയായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇവരിവിടെ പോയിട്ട് വരുമ്പോ പറയും അവിടെ എങ്ങനെയാണ് അവിടെ ഇങ്ങനെയാന്നൊക്കെ പറയും. പക്ഷെ ആദ്യം എന്നെ കെട്ടിക്കണേന് മുമ്പ് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ കല്യാണത്തിലേക്ക് പോയി ചാടില്ലായിരുന്നു. അവർക്ക് അറിയായിരുന്നു ഈ വീട്ടുകാരെ കുറിച്ച്, ഇയാള് വേറെ കല്യാണം കഴിച്ചതാണെന്നും 2 മക്കളുണ്ടെന്നും എല്ലാം ഈ ഫാമിലിക്ക് അറിയായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഫാമിലിക്ക്. അന്നൊന്നും പിന്നെ വാപ്പയെ ആങ്ങളമാരൊന്നും ഇല്ലെങ്കിൽ ആരും അന്വേഷിക്കാനല്ലേ, ആരും അന്വേഷിക്കാനൊന്നും ഉണ്ടായില്ല. എങ്ങനെയെങ്കിലും പെണ്ണിനെ ഇറക്കി വിടണം, അത്രേ ഉണ്ടായുള്ളൂ. അതന്നെ ഉമ്മിച്ചിയുടെ ഇതും കൊണ്ട് അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ വീട്ടുകാരുടെ ഇപ്പൊ അറിയണുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ എന്നോടൊന്നും പറയാറൊന്നുമില്ല ആരും. അപ്പൊ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ അറിയാറുണ്ടായിരുന്നു. എൻ്റെ ഉമ്മിച്ചോടും ഇത്താനോടൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് തിരിച്ചു പോയ സമയത്ത് 2007 തിരിച്ചു പോയ സമയത്ത് ഇങ്ങനെ പുള്ളിയുണ്ട് ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് കേരളത്തിൽ താമസം മാറ്റിയപ്പോൾ ആരോ പറഞ്ഞറിഞ്ഞു പുള്ളി തൂങ്ങി മരിച്ചെന്ന് ആരോ പറഞ്ഞല്ല, ഈ ഫാമിലി എൻ്റെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞ് പുള്ളി തൂങ്ങി മരിച്ചു. പുള്ളി ഇപ്പൊ ജീവനോടെ ഇല്ല, ഭയങ്കര കുടിയായിരുന്നു, എന്തോ ക്യാൻസർ ആയിരുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ടായി. എന്താന്ന് കൃത്യമായിട്ട് ഞാൻ അന്വേഷിച്ചിട്ടില്ല, എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അന്വേഷിച്ചിട്ടില്ല, കൊച്ചും തസ്നിമോളും അന്വേഷിച്ചിട്ടില്ല, പുള്ളിയെ കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല. പിന്നെ പുള്ളിയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ ഫാമിലി ആയിരുന്നു, വലിയ ഫാമിലി ആയിട്ട് ക്രിസ്ത്യൻ ഫാമിലിയാണ്, വലിയ ഫാമിലിയാണ്. പിന്നെ തസ്നിക്ക് ഒരുപാട് കസിൻസും എന്നെ പുണ്ട് പറഞ്ഞ പോലെ തന്നെ ബ്രദറും സിസ്റ്ററും ഒക്കെ ഉണ്ട്. ഒരുവിധം എൻ്റെ കഥ തന്നെയാണ് തസ്നിയുടെയും കഥ. അപ്പൊ അവക്കും ഉണ്ട് ഒരു ബ്രദറുണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്. പിന്നെ വേറെ ഇവിടുത്തെ മക്കള് കൂടാതെ കേട്ടോ ഞാൻ പറയുന്നത്, ഒരു സ്റ്റെപ്പ് മദർ അല്ല, അവരൊക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പൊ തസ്നി കണ്ടിട്ടില്ല. പിന്നെ തസ്നിയുടെ ഫാദറിന് 2 പെങ്ങന്മാരും ആയിരുന്നു ഉള്ളത്. 2 പെങ്ങളും പിന്നെ ഫാദർ ഉണ്ടായിരുന്നു, മദർ ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. 2 പെങ്ങളുണ്ടായിരുന്നു, പെങ്ങളുടെ ഹസ്ബൻഡുമാര് 2 ആളുണ്ടായിരുന്നു. ഒരു നല്ല എന്താ പറയാ, നല്ല കുടുംബം എന്നല്ല, ഒരു വലിയ കുടുംബത്തിലുള്ള ഒരു ആളായിരുന്നു. വലിയ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എല്ലാ രീതിക്കും ഒരു വലിയ ഫാമിലി ആയിരുന്നു അവര്. പിന്നെ എന്താ പറയാ, പിന്നെ തെസ്നിക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് പോകാം. അത് കാലടി എന്ന് പറഞ്ഞ സ്ഥലം എന്റെ വാപ്പയുടെ ചരിത്രം പോലെ അല്ലല്ലോ പുള്ളിക്കാരത്തിയുടെ ഫാദറിന്റെ ചരിത്രം. പുള്ളിക്കാരത്തിനെ ഞാനായിട്ട് ഒഴിവാക്കിയതാണ്. എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരുപാട് സഹിച്ച്, അതുകൊണ്ട് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ എന്നെയും മോളെയും കൊല്ലുമെന്ന് കണ്ടപ്പോ ഓടി ഒളിച്ചിട്ടാണ് ഞാൻ ഫസ്ക് ചെയ്തത് പുള്ളീനെ. അതെ, അങ്ങനെയാണ് ഒഴിവാക്കിയത്. പിന്നെ ഞാന് പുള്ളീനെ കാണണ്ട, പടച്ചവനോട് ഒരു ദ്വാ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, പുള്ളീനെ എന്റെ കൺമുമ്പിൽ ഇനി കാണിക്കില്ലേ റബ്ബേന്ന്. അള്ളാഹ് കാണിച്ചിട്ടില്ല. പിന്നെ കാരണം കൊല്ലാൻ വേണ്ടി തന്നെ നടക്കായിരുന്നു പുള്ളിയുടെ കയ്യിൽ എപ്പോഴും ഒരു കന്നാസിൽ മണ്ണെണ്ണ ഉണ്ടാവും, ഒരു വലിയ കത്രിക ഉണ്ടാവും, എന്നെ ജീവനോട് വെച്ചേക്കില്ലെന്നും പറഞ്ഞിട്ട്. അന്നൊക്കെ എന്നെ കൈ കിട്ടിയെങ്കിൽ എന്നെ എന്തായാലും കൊന്നേനെ കേട്ടോ. പക്ഷെ എന്നെ പടച്ചോൻ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. അന്നായിട്ട് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മോളുടെ ഒക്കെ അവസ്ഥ എന്തായേനെ, എന്നെയായിട്ട് കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു ജീവിതമായിരുന്നു തസ്നിയുടെ ഫാദറിന്റെ കഥ. ഇതൊക്കെയാണ്. പിന്നെ വേറെ ഒന്നുമില്ല. എന്താ പറയാ, എല്ലാവരും സുഖല്ലേ? ഞാൻ പിന്നെ വരാട്ടോ. ഇത് വലിയ കഥയൊന്നുമല്ല, ചെറുതാണ്.